തോറ്റാൽ എങ്ങനെയാണ് മതേതരത്വം ജയിക്കുന്നത്? MSF തോറ്റുള്ള ഒറ്റ ലൈനാണ്. MSF പരാജയപ്പെട്ടു. മതേതരത്വം ജയിച്ചു പറഞ്ഞാൽ ഞങ്ങളാണ് മതേതരത്വം. കോൺഗ്രസ് KSU ആണ് മതേതരത്വം കാണുന്നത്. ഞങ്ങൾ മതേതരത്വം ജയിച്ചു. ഞങ്ങൾ ഐഡിയോളജി ഞങ്ങളവിടെ കാണിച്ചു. അതിലൊരു തെറ്റ് ഞാൻ അവിടെ കാണുന്നില്ല. ഒരു വർഗീയ സംഘടന എന്നുള്ള അഭിപ്രായം ഇല്ല. MSF വർഗീയ സംഘടന ആണോ അല്ലെങ്കിൽ അത് ആ വിദ്യാർത്ഥികളാണ് നോക്കേണ്ടത്. MSF എന്ത് പാർട്ടിയാണ് അല്ലെ MSF എന്താന്നുള്ളത്. അതിന് ഞാൻ ഒരു കാഴ്ചപ്പാട് പറയേണ്ട. ഇന്നലെ കൊടുവള്ളി KMO കോളേജിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MSFനെതിരെ ഒരു വർഗീയ പരാമർശം അടങ്ങിയ ഒരു ബാനർ KSU ഉയർത്തിയിരുന്നു. ആ ബാനറിൽ പറഞ്ഞിരുന്നത് MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്നുള്ളതായിരുന്നു. ആ ബാനർ ഉയർത്തിയത് KSU നേതാക്കളാണ്. KSUവിന്റെ വിജയത്തിന് പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനത്തിലാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഈ തെരഞ്ഞെടുപ്പ് KSUവിന്റെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് നേതാവും ഒക്കെ ആയിട്ടുള്ള ഫിജാസ് ആണ്. അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ പിടിക്കാൻ കാരണം? നമ്മൾ ആ എഴുതിയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഫസ്റ്റ് ലൈൻ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ MSF തോറ്റു. കാലങ്ങളായിട്ട് ഞങ്ങളും അവരും ഇവിടെ പ്രാദേശികമായിട്ട് പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ വർഷങ്ങളെടുത്തു. ഞങ്ങൾ അവർ ഇതുവരെ മുന്നണിയിലോ അല്ലെ ഒരു സംവിധാനത്തിൽ ഞങ്ങൾ അടുപ്പിക്കുന്നില്ല. ഞങ്ങൾ അവിടെ മത്സരിച്ച് ഞങ്ങൾ കരുത്ത് തെളിയിച്ച് മത്സരിച്ച മുഴുവൻ പാനൽ ഞങ്ങൾ വിജയിച്ചു. അപ്പോൾ ഇതിൽ അവർ അസ്വസ്ഥരാണ്. ഞങ്ങൾ എഴുതിയ എഴുത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈൻ MSF തോറ്റു. ഞങ്ങൾക്കെതിരെ ഇവിടെ പ്രാദേശികമായിട്ട് ഞാൻ കൊടുവള്ളി MSFും കൊടുവള്ളി പൊളിറ്റിക്സാണ് പറയുന്നത്. MSF തോറ്റു എന്ന് എഴുതിയതിൽ ഒരു തെറ്റും അതിൽ ഞാൻ കാണുന്നില്ല. അതിൽ രണ്ടാമത്തെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെ KSU എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ്. മതേതരത്വം ജയിച്ചു പറഞ്ഞാൽ ഞങ്ങളവിടെ ജയിച്ചു. അതിനിടയിൽ KSU KMO കോളേജിൽ നിന്ന് അതിനിടയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. MSF തോറ്റാൽ എങ്ങനെയാണ് മതേതരത്വം ജയിക്കുന്നത്? MSF തോറ്റുള്ള ഒറ്റ ലൈനാണ്. MSF പരാജയപ്പെട്ടു. മതേതരത്വം ജയിച്ചു പറഞ്ഞാൽ ഞങ്ങളാണ് മതേതരത്വം. കോൺഗ്രസ് KSU ആണ് മതേതരത്വം കാണുന്നത്. ഞങ്ങൾ മതേതരത്വം ജയിച്ചു. ഞങ്ങൾ ഐഡിയോളജി ഞങ്ങളവിടെ കാണിച്ചു. അതിലൊരു തെറ്റ് ഞാൻ അവിടെ കാണുന്നില്ല. ഒരു വർഗീയ സംഘടന എന്നുള്ള അഭിപ്രായം ഇല്ല. MSF വർഗീയ സംഘടന ആണോ അല്ലെങ്കിൽ അത് ആ വിദ്യാർത്ഥികളാണ് നോക്കേണ്ടത്. MSF എന്ത് പാർട്ടിയാണ് അല്ലെ MSF എന്താന്നുള്ളത്. അതിന് ഞാൻ ഒരു കാഴ്ചപ്പാട് പറയേണ്ട. ഒരു സഖ്യകക്ഷിയായിട്ട് നിരവധി കോളേജിൽ മത്സരിക്കുന്നു. UDSFന്റെ ഭാഗമല്ലേ? അതിൽ ഫറൂഖ് കോളേജിൽ അതല്ലെങ്കിൽ ഒരു മുസ്ലിം മാനേജിങ് കോളേജിലൊന്നും ഇവർ ഭൂരിഭാഗം നമ്മൾ കൂട്ടുന്നൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ എന്താക്കുന്നുണ്ട് പ്രാദേശിക ഇടപെടൽ കാരണം. ഇവിടെ അത് നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ പിടിച്ചതാണ്. സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. എന്തായാലും കാലങ്ങളായിട്ട് UDF കോൺഗ്രസിനൊപ്പം ഭരണം പങ്കിടുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അതിനെതിരെ ഇങ്ങനെ ഒരു വർഗീയ പരാമർശം വർഗീയപരാമർശമായിട്ട് നമ്മൾ കാണുന്നില്ല. ആളുകൾ ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കറിയില്ല. ഇപ്പോൾ ബിനീഷ് കോടിയേരൊക്കെ അത് എടുത്തിട്ടിട്ടുണ്ട്. നമുക്കത് അറിയുന്ന വിഷയമല്ല. കൽപ്പറ്റയിൽ അങ്ങനെയാണെങ്കിൽ ഇതേ മുന്നണിയിലുള്ള ആളുകളാണല്ലോ. കോൺഗ്രസ് നേതാക്കളെ MLA-മാരുടെ ഫോട്ടോ വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ അവിടെ മുദ്രാവാക്യം വിളിച്ച് പൊതുസമൂഹത്തിനിടയിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭ തിരഞ്ഞെടുപ്പിലൊക്കെ ഇതാരാ ചോദ്യം ചെയ്യുക. ചില മീഡിയാസ് അല്ല പറയും, ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഇവരെ പാർട്ടിയിലെ നേതാക്കൾക്ക് ഒരു ധാരണയുണ്ട്. കോൺഗ്രസ്സിന് എന്തും പറയുക, കോൺഗ്രസ്സിനുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ ഞങ്ങൾക്ക് പറയുന്ന പ്രശ്നമല്ല, ഞങ്ങളെന്തോ കാണിച്ചാൽ കോൺഗ്രസ് പറയാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. മുന്നണി സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് എപ്പോഴും എല്ലാ ഘടകകക്ഷികളും മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് ഒരു സമുദായത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കോൺഗ്രസിന് ഘടകകക്ഷിയായ ആളുകൾ മനസ്സിലാക്കണം. കൊടുവള്ളി പൊളിറ്റിക്സിൽ ഇവർ നമുക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പ്രാദേശിക പ്രശ്നങ്ങളുടെ തുടർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എനിക്ക് ചാർജ് കിട്ടിയതിന് ശേഷം, അതായത് ഇവരവിടെ നമ്മുടെ കൊടി തോണമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കത്തിച്ച് അവിടെ അസ്തമിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് 2018 ഞാൻ അവിടെ എന്താക്കുന്നത് കൊടി കുത്തുന്നത്. വെറും 4 ആളുകളാണ്. ഈ കോളേജിൽ 30% ആളുകളും കോൺഗ്രസിന് കൂടെയും KSUവിന് കൂടെയാണ്. അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ, അത് കോൺഗ്രസ്സിൽ വരുന്നത് കുഴപ്പമില്ല. അവിടെ 90 എനിക്ക് തോന്നുന്നത് 80% ആളുകളും ഇപ്പോൾ KSUവിൻ്റെ കൂടെയാണ്, കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഈ 2018 ഞാൻ അവിടെ കൊടി കുത്തിയതിൻ്റെ പേരിൽ എനിക്ക് തന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 2019 പാർലമെൻറ്റ് ഇലക്ഷൻ BJP-ക്കെതിരെ രണ്ടാമത് രാഹുൽ ഗാന്ധി അത്രയും പടയോട്ടം നടത്തുന്ന സമയത്ത് എൻ്റെ ശരീരം ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയല് രാഹുൽ ഗാന്ധിയാണ്. എൻ്റെ ബ്ലഡ് എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് 2019 MK രാഘവൻ MP മത്സരിക്കുന്ന നേരം KMO കോളേജിൽ വിദ്യാർത്ഥികൾ ഒരു മാർച്ചായിട്ട് UDFൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞത് PC ഫിജാസ് കോളേജിൽ കയറിയാൽ, രാഘവട്ടന് കൂടെ കയറിയാൽ ഞങ്ങളെ കൂടെയുള്ള കുടുംബം അടക്കം 3000 വോട്ടുണ്ട്. ഇത് ഞങ്ങൾ മറച്ചു കൂട്ടിയിട്ട് പരാജയപ്പെടുത്തുന്നു. രാഘവട്ടൻ ഓഫീസിൽ എന്നെ കൂട്ടിയിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു രാഘവട്ടൻ എനിക്ക് പാർട്ടിയും നിങ്ങളും രാഹുൽ ഗാന്ധിയാവില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്, നിങ്ങളവിടെ കൈ വന്നിക്കണം. എനിക്ക് പുറത്ത് നിൽക്കുന്ന പ്രശ്നമല്ല. ആ ഗേറ്റിൻ്റെ മുന്നിൽ എന്നെ പുറത്ത് നിർത്തിയത് ഇവർ ഒന്നിച്ച് കയറിപ്പോവാം. ഞാൻ അവിടെ പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ ഗേറ്റിന് പുറത്തു നിന്ന് KSU മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അന്ന് ഞാൻ ആ KMOൻ്റെ മുകളിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതാ ഈ കോളേജ് പിടിച്ചിട്ട് എന്താക്കൂ,
തിരിച്ചു വരുന്നുള്ളത്. 2025 ഞാൻ സാഫല്യമാക്കി. പാർട്ടി എല്ലാ കൊല്ലം ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചു. MSF ഒരു വർഗീയ സംഘടന എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായം അത് വിദ്യാർത്ഥികൾ നോക്കേണ്ടതാണ്. MSF എന്താണെന്നുള്ളത് വിദ്യാർത്ഥികൾ നോക്കേണ്ടതാണ്. ഞാനതിൽ ഉത്തരവാദിത്തം അങ്ങനെ ഒരു വർഗീയ സംഘടനയാണെന്നുള്ളൊരു മെസ്സേജ് നൽകുന്ന ബാനറായിരുന്നില്ല. ഞങ്ങൾ MSF തോറ്റു. കാലങ്ങളായിട്ട് ഞങ്ങൾ അവരും തമ്മിലാണ് മത്സരം ഇവിടെ. ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി, ഞങ്ങളത് എഴുതി. മതേതരത്വം ജയിച്ചു എന്നുള്ള ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഇന്ത്യ തന്ന സെക്കുലർ മതേതര പാർട്ടിയാണ്. ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ള ഒരു മതേതര പാർട്ടി. അതുകൊണ്ട് മതേതരത്വം ജയിച്ചു. അടിയിൽ KCU KMO കോളേജിൽ നിന്ന്. എന്തായാലും ആ ബാനറിൽ പറയുന്ന പോലെ MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്ന് പറയുന്നത്, മതേതരത്വം ജയിച്ചത് KSU ജയിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ MSFന്റെ ഒരു വർഗീയ സ്വഭാവമാണ് MSFനുള്ളത് എന്ന് അർത്ഥം വെച്ചിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ക്യാമറമാൻ ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.